വൈകുന്നേരം ഞങ്ങള് ദിക്ഷുവിന്റെ മുടി മുറിക്കാൻ വേണ്ടി പോയിണ്ടായിരുന്നു കേട്ടോ. കുറെ ദിവസമായി ഒരു ഓട്ടോ വേണമെന്ന് പറയുന്നത്. അപ്പം ആദ്യം തന്നെ അതൊക്കെ മേടിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ സ്കൂൾ വിട്ട സമയമായിരുന്നു കേട്ടോ അത്. അപ്പോൾ സ്കൂൾ കുട്ടികളെ കണ്ടപ്പോൾ ഞാനതൊന്ന് വീഡിയോയിലെടുത്തതാട്ടോ. അത് കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ. പഴയ കാലമൊക്കെ ഒന്ന് ഓർത്തുപോയി. എന്ത് രസമായിരുന്നു അല്ലേ നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലമൊക്കെ. അന്ന് ഒരു ടെൻഷനും ഇല്ലായിരുന്നു. ആകെ കൂടെ ഉള്ള ഒരു ടെൻഷൻ പഠിക്കണം എന്നുള്ളതായിരുന്നു. പഠിച്ചിട്ടില്ലെങ്കിലും പരീക്ഷാ പേപ്പർ കിട്ടുമ്പോഴുള്ള ടെൻഷൻ അത്രയൊക്കെ ഉള്ളായിരുന്നു. ഇപ്പം അങ്ങനെയാണോ? 100 കൂട്ടം ടെൻഷനുകളല്ലേ നമുക്ക്. ഓരോ മാസമായിട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ റെഡിയാക്കേണ്ടത്, അത് വേറെ, ഫാമിലി പ്രോബ്ലംസ് വേറെ, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് നമുക്ക് അല്ലേ. ഇപ്പം അങ്ങനെ അന്ന് വിചാരിച്ചിരുന്ന വലുതായാൽ മതിയായിരുന്നു, പഠിക്കേണ്ടത് ആലോചിച്ചിട്ടേ. ഇപ്പൊ വിചാരിക്കുക ആ കാലത്തേക്ക് പോയാൽ മതിയെന്ന്. അങ്ങനെ നമ്മൾ ചിന്തിക്കില്ലേ? അതൊരു നല്ല കാലം തന്നെയായിരുന്നു കേട്ടോ. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു നല്ല കാലം തന്നെയായിരുന്നു. അപ്പോൾ ദക്ഷിണിന്റെ മുടിയൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഞങ്ങള് സ്ഥിരമായിട്ട് വെട്ടുന്ന സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചതാണ്. ആ കുട്ടി നല്ലോണം വെട്ടിയിട്ടാ പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വല്ലാതെ പറിച്ചിട്ടില്ല, എന്നാലും സൈഡൊക്കെ നല്ലോണം എടുത്തിട്ട് നന്നായിട്ട് തന്നെ വെട്ടിയിട്ടോ. അപ്പോൾ ദക്ഷിണിന് നല്ല ഇഷ്ടമായി എന്നാ പറഞ്ഞത്, അടിപൊളിയായി ഉണ്ട് എന്നാ പറഞ്ഞത്. അപ്പോൾ മുടിയെടുക്കാൻ വെട്ടി കഴിഞ്ഞ് ദിക്ഷു ഹാപ്പി ആയിട്ടോ. ദിക്ഷുവിനൊന്നൊരു ഓട്ടോയും കിട്ടി, ഇളനീർ ജ്യൂസും കിട്ടി. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകട്ടെ. പോകുന്ന വഴി